ഹലോ ബഡി സിസ്മിയ ഇവിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വെളിനെല്ലൂർ മണികണ്ഠൻ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ആന കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് അറിയാനും അതിൻ്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാനുമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ വെളിനെല്ലൂർ എത്തിയത്. അവിടുത്തെ ശ്രീ രാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടും കെട്ടി നമ്മൾ ഒരു ദിവസത്തെ യാത്ര രാവിലെ ഒരു 8-9 മണിക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 5:30 ആയപ്പോൾ തന്നെ നമ്മൾ പമ്പയിലെത്തി. അപ്പോൾ അതിൻ്റെ വീഡിയോകളെല്ലാം അത്രയും നേരത്തെ കാഴ്ചകളെല്ലാം ആദ്യത്തെ എപ്പിസോഡിൽ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മലയ്ക്ക് ഞാനൊരു 3-4 തവണ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല മല കയറി. അമ്മേ അപ്പോൾ നല്ല കയറ്റമാണ്. നമ്മളെപ്പോലെ തന്നെ ആനയ്ക്കും ഇച്ചിരി പാടാണ്. അയ്യോ ചത്ത് നാളെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളത്തെ ഒരു ദിവസം ഏകദേശം ഉച്ച വരെ നമ്മൾ സന്നിധാനത്തുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങും. തളർന്ന് നമുക്ക് പുതിയ സുഹൃത്തുക്കളായി കിട്ടിയിട്ടുണ്ട്. ഗോകുൽ അളിയ, ഹായ്. നിങ്ങളുടെ ഉദ്ദേശം, വരവിൻ്റെ ഉദ്ദേശം മണികണ്ഠനോടൊപ്പമുള്ള ഒരു സന്നിധാന യാത്ര, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. പിന്നെ സന്നിധാനത്തിൽ 2 വീഡിയോ എടുക്കുക, ആനയുടെ 2 വീഡിയോ എടുക്കുക, അതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം. ഇങ്ങനെ ഒരു അവസരം വേറെ ആൾക്ക് അങ്ങനെ ലഭിക്കുന്നതല്ലോ. അതെ. അപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് മണികണ്ഠൻ ഇതേപോലെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് വരുന്നുണ്ട്. ഇതിനു മുമ്പേ ഒരുപാട് ആനകൾ വരുന്നുണ്ട്. മണികണ്ഠൻ മാത്രമല്ല, ഡോളി ഇവരെയൊക്കെ സമ്മതിച്ചേ പറ്റൂ. ഇവിടുത്തെ വെറുതെ കയറി പോകാൻ പറ്റുന്നില്ലല്ലേ. അപ്പോഴാണ് ആളുകളെ തലയെടുത്തുകൊണ്ട് പോകണം. വെള്ളം കുടിക്കാൻ ഒരു ചെറിയ ഗ്യാപ്പിൽ വെള്ളം കുടിച്ചിട്ട് കൂടെ ഓടാം.